ഞാൻ തുടച്ചു തരണ അച്ഛാ. ശരിക്കും അച്ഛന് സങ്കടം ഉണ്ടോ അച്ഛാ? സാരല്ല കേട്ടോ. പറ്റുന്ന പണി ചെയ്താ പോരെ. ആരോഗ്യമുള്ള ആണുങ്ങൾ ഉള്ളി തെളിച്ച കണ്ണ് നിറയണമെന്ന് കാരണവന്മാര് പറയും. ആര് പറയാ? അതിപ്പോ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് സവാള അരിഞ്ഞ് കിട്ടിയാ പോലും. ഈ വെളുത്തുള്ളി നന്നാക്കുന്നതിന് എന്തു അച്ഛാ പറയുന്നേ? പിന്നെ തടി അനങ്ങാതെ നിന്ന് വെളുത്തുള്ളി തെളിക്കാന്ന് പറയും. ഓ പിന്നെ ഈ സവാള മുറിക്കുന്നതാണല്ലോ വലിയ പണി. അതെ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല പറഞ്ഞാൽ മതി. നമുക്ക് ബിരിയാണി പിന്നെ ഉണ്ടാക്കിയ പോരെ. അത് നമ്പർ. അങ്ങനെ ഇപ്പൊ നീ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതൊക്കെ ഇത്ര ആക്കി വെച്ചു. ഇനി ബിരിയാണി ഉണ്ടാക്കിയിട്ട് പോയാ സെറ്റിന്നേ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ വന്ന് പറയുമ്പോ ആലോചിക്കണം. പിന്നെ അല്ലാതെ വെറുതെ ആളെ കൊളിപ്പിക്കാൻ വേണ്ടി അല്ല മോളെ. അല്ല പിന്നെ എന്നാ അന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. കൊള്ളാം അല്ലേ? തട്ടുകടയിലൊക്കെ തുടങ്ങി ജീവിക്കാം. ആർക്ക്? അച്ഛനോ? അച്ഛനെ എന്തിനാ? നിനക്ക് വേണ്ടിയാ. ഈ വീട്ടിലൊരു പുതിയൊരാളുടെ വരാൻ പോവല്ലേ, അതൊരു പെൺകുഞ്ഞാണെങ്കിൽ നീ ഇപ്പോഴേ കരുതിക്കോ. അതിപ്പോ മോളാണെന്ന് അച്ഛനും ഉറപ്പിച്ചോ? അതേ മക്കളെ, മോളെ പോലെ ഒരു കുഞ്ഞു മോള്. സുന്ദരി കുട്ടി.